ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദനയാണെന്ന് ഒരു രോഗി ഒരു ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ കുറേ നേരം അദ്ദേഹത്തെ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കിപ്പിച്ചു. എല്ലായിടത്തും വേദനയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പം വിരലിനാണ്. ശരിയാന്ന് തോന്നുന്നു അല്ലേ? അതൊരു ഉദാഹരണമെന്നേ ഉള്ളൂ. ഇതൊക്കെ വായനയിൽ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമ്മളെല്ലാത്തിനെയും കുറ്റം പറയുന്നവരാണെങ്കിൽ കുറ്റം നമുക്കാണെന്ന് തിരിച്ചറിയാൻ ഇനി വൈകരുത്. ചില സ്റ്റാൻഡേർഡ് താഴ്ന്ന ഒരു ഉദാഹരണം പറയട്ടെ. കുറച്ച് പിള്ളേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഒരു ദുർഗന്ധം. അപ്പം അതിനകത്ത് ഒരുത്തൻ്റെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതിലൊരു പെൺകുട്ടി മുമ്പോട്ട് വന്ന് അതിൽ ഒരാൾ ചെറുക്കനെ വിളിച്ച് മാറ്റിയിട്ട് എന്തോ ചെവി പറഞ്ഞു. അവരാങ്ങളെയും പെങ്ങളുമാണ്. അവൾക്കറിയാം അവളുടെ ആങ്ങള സോക്സ് മാറ്റത്തില്ല, പഴയത് ഇന്നലെ ഇട്ടതൊക്കെ ഇടും, 2-3 ദിവസമൊക്കെ ഇടും. അതറിയാവുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലായി അവൻ്റെ സോക്സാണ് ഈ ദുർഗന്ധം ഉണ്ടാക്കുന്നത്. AC റൂമിൽ ഇരിക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ. അപ്പോൾ അവൻ സമ്മതിച്ചു. അവൾ അവളുടെ ബാഗിൽ കരുതിയിരുന്ന സോക്സ് എടുത്ത് അവന് കൊടുത്തിട്ട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി മാറിയിട്ട് വരാൻ പറഞ്ഞു. അവൻ മാറിയിട്ട് വന്നു. മാറിയിട്ട് വന്നിട്ടും ഈ സ്മെല്ല് മാറുന്നില്ല. അപ്പം അവള് പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു, അവനാണ് ആള്, അവനോട് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ്, അല്ലെങ്കിൽ ചേച്ചി എന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, മാറിയ സോക്സ്. അപ്പം മാറിയത് പോക്കറ്റിലിട്ടു. മറ്റുള്ളവരെ കുറ്റം പറയാൻ നാം ശ്രമിക്കുമ്പോഴെല്ലാം ഓർക്കണം, നമുക്കായിരിക്കും പ്രശ്നം. പക്ഷെ നമ്മളെല്ലാറ്റിലും കുറ്റം കാണുന്നവരാകരുത്. കുറ്റമുണ്ട്, കുറ്റമില്ലെന്നല്ല. എന്നാൽ എല്ലാറ്റിലും കുറ്റം കാണുകയും എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ കുഴപ്പം നിങ്ങൾക്കാണ്. എവിടെ തൊട്ടാലും വേദനയുണ്ടെങ്കിൽ വിരലിനായിരിക്കും കുഴപ്പം എന്ന വൈദ്യൻ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാറ്റിനും ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ബൈബിൾ എന്ത് പറയുന്നു? 19-ാം സങ്കീർത്തനം 12-ാം വാക്യം, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സമേത പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇത് നാം നമ്മോട് തന്നെ ചോദിക്കണം. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. 2 പേര് ചെയ്താൽ, 10 പേര് ചെയ്താൽ, 100 പേര്, 150 പേര്, 50,000 പേര് ചെയ്താൽ സമൂഹം പെട്ടെന്ന് മറ്റൊരു ലെവലിലോട്ട് പോകും. കുറ്റം കണ്ടുപിടിക്കുന്ന ജോലി അവസാനിപ്പിച്ചിട്ട് സ്വന്തം തെറ്റുകളെ കണ്ടുപിടിക്കാൻ സമയമെടുക്കാം. പക്ഷെ ആ ചിന്തയ്ക്കകത്ത് ഒരു കുഴപ്പമുണ്ട്. ഒരു ചെറിയ കുറ്റബോധവും അപകർഷതാബോധവും അതിലൂടെ ചിലപ്പോൾ വളർന്നു വരും. അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഓരോരോ സാഹചര്യത്തിനും ഓരോരോ സംഭവത്തിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ ബോധ്യങ്ങളും വിലയിരുത്തലുകളും വിധി നിർണയങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. ഓരോരോ സംഭവം എല്ലാ സംഭവവും വേറെ വേറെ കാണാനും വേറെ വേറെ ചിന്തിക്കാനുമുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിക്കാം.
പണ്ടൊരിക്കൽ എൻ്റെ മോൻ സ്കൂളിൽ പോയിട്ട് വന്ന് സാറിനെ കുറ്റം പറയും. സാറ് ശരിയല്ല, സ്കൂൾ ശരിയല്ല, സ്കൂൾ ബസ് ശരിയല്ല, ഇങ്ങനെ പല പ്രാവശ്യം കുറ്റം പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം? അവനെ ഏൽപ്പിച്ചിട്ടുള്ള അസൈൻമെൻറ്റുകൾ, ഹോംവർക്കുകൾ അവൻ ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ചെല്ലുന്ന വഴി അത് ചോദിക്കും. അതിൽ നിന്നുണ്ടാകുന്ന ഇറിറ്റേഷനാണ് അവൻ ഈ സ്ഥാപനത്തെ കുറ്റം പറയാനായിട്ട് കാരണമായത്. എൻ്റെ മോനായതുകൊണ്ടും എനിക്ക് അവനോട് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടും കാര്യം അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ ആ സ്കൂള് നല്ല സ്കൂളാന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെയാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ. ചുരുക്കം ചിലത് അങ്ങനെ അല്ലാതെയും ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും ഒറ്റ കണ്ണാടി കൊണ്ട് നോക്കാതെ വ്യത്യസ്തമായി കാണുക. എന്നാൽ ബഹുഭൂരിപക്ഷം വിഷയത്തിലും നമ്മൾ മാറ്റത്തിന് തയ്യാറായാൽ നമുക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.